അതോടൊപ്പം പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകാൻ സുജു ടി ബാബു തയ്യാറായിരിക്കുകയാണ്. അച്ചൻകോവിൽ ആറിന് ഇരുവശമുള്ള കൃഷിയിടങ്ങളിൽ വെള്ളം കയറി തിരുവല്ലയിലെ മേപ്രാൽ പുതുക്കാട്ടിലെ 300 ഏക്കർ പാടശേഖരത്തിലെ മട തകർന്നു. സുജു ടി ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സുജു, എന്തൊക്കെയാണ് നിലവിലെ പത്തനംതിട്ടയിലെ സ്ഥിതി? അതോടൊപ്പം തന്നെ അച്ചൻകോവിൽ ആറിന് ഇരുവശമുള്ള കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അവിടെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീനിധി, പത്തനംതിട്ട ജില്ലയിൽ പുതുക്കിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അലർട്ട് പ്രകാരം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ പകല് മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. എന്നാൽ മഴയുടെ അന്തരീക്ഷം പൂർണ്ണമായി മാറിയിട്ടില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്പസമയം മുമ്പ് വിജിൻ ശബരിമലയിൽ നൽകിയ റിപ്പോർട്ട് പോലെ മലയോര മേഖലയിലാണ് ഇപ്പോൾ മഴയുള്ളത്. ശബരിമല സന്നിധാനത്ത് മഴയുണ്ടെന്നാണ് വിജിൻ ശബരിമല നൽകിയ റിപ്പോർട്ട്. ശ്രീനിധി സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത മഴയെ തുടർന്ന് അച്ചൻകോവിലാറിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇപ്പോൾ അപകടകരമായ വിധത്തിൽ ഉയർന്നിട്ടില്ല. ഇപ്പോൾ പ്രശ്നങ്ങളില്ല. എന്നാൽ മുമ്പ് തുറ വളയം ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറുകയും ഗതാഗതം ഏറെ നേരം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പത്തനാപുരം ഭാഗത്തുനിന്ന വാഹനങ്ങളാണ് വഴിയിൽ ഇതുമൂലം കുടുങ്ങിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പർ കുട്ടനാട്ടിൽ മടവീഴ്ച ഉണ്ടായിരിക്കുകയാണ്. മേപ്രാലിലാണ് മേപ്രാൽ പുതുകാട് കൈപ്പുഴയ്ക്കലാണ് പാടശേഖരത്തിലാണ് 300 ഏക്കർ പാടശേഖരത്തിൽ വെള്ളം കയറുകയും ഈ ബണ്ട് തകർന്നെ തുടർന്ന് മട തകർന്നെ തുടർന്ന് വെള്ളം കയറുകയും കൃഷി നശിക്കുകയും ചെയ്തിരിക്കുന്ന